ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിന്ന് ക്രിസ്മസിന് സെയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ ബോയും അതുപോലെ അതിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ്, ബ്രേഡ്സ്ലെറ്റ് അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണേന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് വയർ ബോ എടുത്തിട്ടുണ്ട്, എൻഡ് ടേപ്പ്, പിന്നെ വൈറ്റും റെഡും ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റ് ഫ്ലവർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ രണ്ട് വയർ ബോയും കൂടെ ഒരുമിച്ച് വച്ചതിന് ശേഷം അതിനകത്ത് ഇതുപോലെ അതിൻ്റെ എൻഡിലായിട്ട് എൻഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പലർക്കും ഉള്ള ഡൗട്ടാണ്, ക്രോസ് ചെയ്ത് വച്ചിട്ടാണോ നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിക്കണേന്ന്. അല്ല, ഒരുപോലെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ എൻഡ് ടേപ്പ് അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാൻ. അതിനുശേഷം ഞാൻ ഓരോ ബോയ്ക്കകത്തും ഒരു 10 വൈറ്റ് ബീഡ് ഫസ്റ്റിലേക്ക് കോർക്കുന്നുണ്ട്. രണ്ട് സൈഡിലും 10 വീതം നമുക്ക് കോർത്തെടുക്കണം. ഇപ്പം നമ്മളൊരു ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് വൈറ്റ് റെഡും എടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും കോർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ വൈറ്റും റെഡും വെച്ച് ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സെയിൽ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മൾ വൈറ്റ് ബീഡ് ഇട്ടു, അതിനുശേഷം വയർ ബോയുടെ നമ്മൾ എൻഡ് ടേപ്പ് പൊട്ടിച്ച് ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് റെഡ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെയും 10 എണ്ണം ഇട്ട് കൊടുക്കണമുണ്ട്. രണ്ട് സൈഡിലും 10 എണ്ണം വെച്ചാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ 10 എണ്ണം നമുക്ക് അടുത്ത സൈഡിലും കോർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഫ്ലവർ ബീഡാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഡബിൾ ഹോളുള്ള ഫ്ലവർ ബീഡാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും വേണ്ടത് റെഡ് ബീഡാണ്. ഞാൻ അടുത്തതായിട്ട് 5 ബീഡ്സാണ് കോർക്കുന്നത്. രണ്ട് സൈഡിലും 5 റെഡ് ബീഡ് വീതം കോർക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്തതായിട്ട് വൈറ്റ് ഫ്ലവറാണ്, അത് ഇതുപോലെ കോർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 ബീഡ്സ് റെഡ് ബീഡ് തന്നെ 5 എണ്ണം വെച്ച് രണ്ട് സൈഡിലായിട്ട് കോർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ 5 എണ്ണം ചെയ്തെടുത്ത് നിങ്ങൾക്ക് വേണം, ഞാനിപ്പോൾ ഫസ്റ്റ് 10 ബീഡ് കോർത്തു വൈറ്റ്, പിന്നെ റെഡ് 10 ബീഡ് കോർത്തു. ആ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വൈറ്റ് 2 റെഡ് ആ രീതിയിൽ നമുക്ക് കോർത്തെടുക്കാം. വീണ്ടും ഞാൻ ഫ്ലവർ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 10 റെഡ് ബീഡ് രണ്ട് സൈഡിലും കോർക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത് കണക്ക് വൈറ്റ് ബീഡ് 10 എണ്ണം കോർത്ത് കൊടുക്കുക. ഈ റെഡിൻ്റെ ഇടയിൽ ഇതുപോലുള്ള ഫ്ലവർ ബീഡൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ അതുപോലെ വൈറ്റിനകത്ത് റെഡ് ഫ്ലവർ കൊടുത്തും ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡ് ബീഡ് കോർത്ത് കഴിഞ്ഞ് ഇനി ഓരോ സൈഡിലും 10 വൈറ്റ് ബീഡ് വീതമാണ് കോർക്കുന്നത്. അതിനുശേഷം നമുക്ക് വയർ ബോൾ രണ്ടും ചേർത്ത് പിടിച്ചതിന് ശേഷം എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു 3 ബീഡിൻ്റെ സ്പേസ് ഇട്ടിട്ട് വേണം നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പം നമുക്ക് ബോയ് ആയിട്ടുണ്ട്. അതുപോലെ എൻഡ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞു, വൈറ്റ് ബീഡിനകത്ത് റെഡ് ഫ്ലവർ ചെയ്തത് ഇതാണ്. അത് വച്ചും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ കാണിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ബീഡ്സുകളുടെ കളറ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന് പെയറായിട്ട് ഞാൻ 2 അലിഗേറ്ററും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതും വൈറ്റ് ബീഡ്സ് വച്ചിട്ട് ഇടയിലായിട്ട് നമ്മൾ റെഡ് ഫ്ലവർ കൊടുത്തതാണ്. ഇനി നമ്മൾ ഇപ്പോഴും ചെയ്ത ഈ ഒരു ബോയ്ക്കായിട്ട് ഒരു 2 അലിഗേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക, അതിനകത്ത് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ 2 അലിഗേറ്ററിൽ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫസ്റ്റിലെ ബീഡ്സുകൾ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ 2 റെഡ് ബീഡാണ് വെക്കുന്നത്. അതിന് ശേഷം വൈറ്റ് ബീഡ് 2 എണ്ണം വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും റെഡ് ബീഡ് വെച്ച് കൊടുക്കുക. നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ നമ്മളിത് ബീഡ്സുകൾ വെക്കാൻ നിൽക്കരുത്. കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് വച്ചതിന് ശേഷം ബീഡ്സുകൾ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിപ്പോൾ നമ്മൾ ബീഡ്സുകൾ വച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും 2 റെഡ് ബീഡ് വെക്കുക. പിന്നെ വൈറ്റ് ബീഡ് അതിന് ശേഷം റെഡ് ബീഡ് വെക്കുക. ഇപ്പം നമ്മുടെ അലിഗേറ്റർ റെഡി ആയിട്ടുണ്ട്. അലിഗേറ്ററിൻ്റെയും 2 എണ്ണം നമ്മൾ ഇതിന് പെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രേഡ്സ്ലേറ്റും കൂടെ വച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇനി ഇതിന് ബ്രേഡ്സ്ലേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ ഞാൻ ആ വൈറ്റ് ബോയ്ക്കായിട്ട് ഇതുപോലെ ഒരു ബ്രേഡ്സ്ലേറ്റാണ്, ഡബിൾ ലെയർ വന്നിട്ട് സെൻറ്ററിൽ ഒരു ഫ്ലവർ, ആ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ഫ്ലവർ ബീഡ് വെച്ചാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ റെഡ് ബീഡ്സ് തന്നെ ഒരു ചെയ്യാം. അതിന് ത്രെഡ് എടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് റെഡ് ബീഡ് കോർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഏതെങ്കിലും ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. അല്ല ഇത് ചെയ്യാനുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറേ പേര് റീസെല്ല് ചെയ്യുന്നുണ്ട്. ഞാനിതെല്ലാം എൻ്റെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരുത്തർ മേടിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന പ്രൈസിൽ നിന്ന് കൂട്ടി അവർ റീസെല്ല് ചെയ്യാറുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് റീസെല്ല് ചെയ്യുന്നവർ. നമുക്ക് ഇതുപോലെ കുറേ അധികം ബീഡ്സ് കോർത്ത് കൊടുക്കാം. അതിന് ശേഷം ചെയ്ത് ത്രെഡ് ഇതുപോലെ 2 സൈഡിൽ ത്രെഡ് ഒരുമിച്ചതിന് ശേഷം അതിനകത്ത് ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഫ്ലവർ ബീഡ്. നമ്മൾ ആ ഹെയർ ബോയിലും അലിഗേറ്ററിലും ചെയ്ത ആ ബീഡ്സ് തന്നെ ഇതിനകത്ത് കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സൈഡിലായിട്ട് വീണ്ടും കുറച്ച് റെഡ് ബീഡുകൾ കോർത്ത് കൊടുക്കാം. 2 സൈഡിലെ ഇലാസ്റ്റിക്കിലും നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ 2 സൈഡിലും കോർത്തു. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഇതുപോലെ കെട്ടിക്കൊടുക്കാൻ. ലാസ്റ്റ് നമ്മൾ ബാലൻസ് വരുന്ന ത്രെഡിനെ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു വരത്തില്ല. ഈ രീതിക്കാണ് നമുക്ക് ബ്രേഡ്സ്ലേറ്റും കിട്ടുന്നത്. ഡബിൾ ലെയറായിട്ട് ബ്രേഡ്സ്ലേറ്റും കിട്ടുന്നത് ഈ രീതിക്കാണ്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിരിക്കും. ഒരു വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. ഈ രീതിക്കാണ് ബ്രേഡ്സ്ലേറ്റ്, ഹെയർ ബോ, അതുപോലെ 2 അലിഗേറ്റർ ക്ലിപ്പ്. ഇനി ഇതിൻ്റെ മാല വേണം എന്ന് പറയുന്ന മാല എന്ന് പറയുന്നത് അത് ആഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ബ്രേഡ്സ്ലേറ്റ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ
ഏത് ബോയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻ്റ് ഇടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.